ഹായ്, നമസ്കാരം. ഞാൻ ഇന്നൊരു സകലകലാ വല്ലഭനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. എൻ്റെ മരുമകനാണ്. അപ്പോൾ നമുക്ക് പുള്ളി അകത്തുണ്ട്, നമുക്ക് നോക്കാം. വിളിച്ചു നോക്കാം, ബാ. ഹലോ മരുമകനെ. മരുമകനെ, എന്താണ് വിശേഷം? ശരി. ഇതെന്റെ മരുമകനാണ്, ബൈജു എന്നാണ് പേര്, തലപ്പലത്താണ് വീട്. ഇദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളരി മർമ്മ ചികിത്സകളാണ്. തിരുമശാലയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കളരിയുണ്ട്. കളരി ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതുകൂടാതെ ചിരട്ട കൊണ്ട് തീർത്ത കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത്രയും നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് ബൈജു നമ്മളെ പരിചയപ്പെടുത്തും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോഴേ ഇതെന്നാണ് സംഭവം? ചിരട്ട കൊണ്ടുണ്ടാക്കിയ പഴയ ആമാടപ്പെട്ടിയാണ്. ആമാടപ്പെട്ടി, പാട്ടത്തിലുണ്ട്. ആമാടപ്പെട്ടി അത് ഇത് ഫുള്ള് ചിരട്ടയാണ്. ഓ, അത് ശരി. ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പണ്ട് പണമൊക്കെ ഇടാനും സ്വർണ്ണം ഇടാനും ഒക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടി ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാ. എന്താ തമ്പുരാനെ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ എത്ര നാളുകൊണ്ട് ഇത് കുറെ സമയം കണ്ടെത്തിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് തിരുമേനെ കഴിഞ്ഞ സമയം കിട്ടുന്ന സമയം കൊണ്ട് കുറച്ച് കളരിയൊക്കെ കഴിയുമ്പോ ഇടയ്ക്ക് കുറച്ച് ഉണ്ടാക്കുന്നു. ഓ, ഇതിനൊക്കെ നല്ല ക്ഷമ വേണം. ഇത്രയും ഉണ്ടാക്കിയെടുക്കണമെങ്കിലേ. അതെ അതെ. അപ്പൊ ഈ തിരുമും എല്ലാം കൂടെ കൂടി സമയം കണ്ടെത്തി ചെയ്താ. പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് സമയം കണ്ടെത്തും. അടുത്തായിട്ട് മയില് ചിരട്ട കൊണ്ടുണ്ടാക്കിക്കുന്നതാണ് ഇത്. ചിരട്ട. പിന്നെ നമ്മുടെ ഗിൽറ്റ്, ഇത് വെച്ചിരിക്കുന്നത് കളർ ഗിൽറ്റാണ്. അപ്പൊ ചിരട്ട കൊണ്ടുള്ള കളികളാണ് മൊത്തം ചിരട്ട കൊണ്ട്. ചിരട്ട എടുത്തു ചിരട്ട. അപ്പൊ എല്ലാരും വെറുതെ വലിച്ചെറിയുന്ന പാഴ്വസ്തുവായിട്ടാണ് ചിരട്ട നമ്മളെല്ലാരും കാണുന്നത്. പക്ഷെ അത് വെച്ചിട്ട് ഇത്രയും നല്ല കരകൗശല വസ്തുക്കള്, ആമാടപ്പെട്ടി ഇനി കാണാൻ കിടക്കുന്നത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കേട്ടോ. പുളിയാണ്ടിയാണ് ഇത്. ചിരട്ട ഈർക്കിലിയാണ്. ഈർക്കിലിയും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആഹാ, ഇത് കൊള്ളാലോ. ഇതൊക്കെ എത്ര നാളുകൊണ്ടാണ് ചെയ്തത്? ഇത് കുറെ കാലങ്ങളായി. ഇത് ഒത്തിരി കാലമായി ഉണ്ടാക്കിയിട്ട്. ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ കലമാന്റെ രൂപമാണ്. ഇത് ഈ പൈസ ഒക്കെ ഇട്ട് വെക്കാനും താക്കോലൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയ ചിരട്ട കൊണ്ടുള്ള കപ്പ് പോലെയുള്ള ഒരു സംഭവം. അടിപൊളി. പിടിയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സംഭവങ്ങളെല്ലാം അടിപൊളി. ഇനി കുറെ കാണാനുണ്ട്, കാണാം നമുക്ക്. അപ്പൊ ഈ പൈനാപ്പിള് എന്തുകൊണ്ടുണ്ടാക്കി? പൈനാപ്പിള് ഇത് ചകിരിയും പാളയും ഉപയോഗിച്ചുണ്ടാക്കിയത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാ പറയാൻ പറ്റുള്ളൂ. ചകിരി പാള ഉപയോഗിച്ചുണ്ടാക്കിയത്. അതുപോലെ ഈ ടീപ്പോയി ഫുള്ള് ചിരട്ടയാണ്. ഈ ടീപ്പോയി ഫുള്ള് ചിരട്ടയാണ്. ഇത് ഫുള്ള് ഇതിന്റെ അടിവശത്തൊക്കെ ഫുള്ള് ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ അടിവശമൊക്കെ ഒന്ന് കാണിച്ചേ. ഇത് അടിവശമൊക്കെ ഫുള്ള് ചിരട്ടയാണ്. എത്ര നാളത്തെ പരിശ്രമമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. കാരണം അതുപോലെ അടിഭാവങ്ങൾ നിർത്തും. ഇത് സ്വന്തമായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കുന്നത്. സമയം കിട്ടുന്ന പോലെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, മിക്ക ആളുകളും നമുക്ക് ഈ സമയം വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കിട്ടുന്ന സമയം വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയും അവിടെ കടത്തനയിലൊക്കെ പോയി അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ കിട്ടുന്ന സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും എന്താ പറയാ, ഭയങ്കരമായിട്ട് സന്തോഷം. എനിക്കിത് കണ്ടപ്പെട്ട സന്തോഷം. ചിരട്ട കൊണ്ട് എത്ര നാളത്തെ എത്ര നാളത്തെ പരിശ്രമം കൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ഫ്ലവർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. എല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടോ, അടിവശം എല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ഈ വില കൊടുത്തൊക്കെ ഈ ഇതൊക്കെ വാങ്ങണ നേരം കൊണ്ട് ഇതുപോലുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ട് ഇതുപോലെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാൽ, ഇതുപോലുള്ള ഫ്ലവർ വേസും ഫ്ലവറും ഒക്കെ ഉണ്ടാക്കി എന്ത് ഭംഗിയായിരിക്കും. നമ്മുടെ വീടുകളിൽ വെക്കാൻ തന്നെ എന്നാ രസമായിരിക്കും അല്ലേ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ബൈജുവിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അത്രയും നല്ലൊരു കലാകാരനാണ്. അടുത്തതായിട്ട് ബൈജുവിന്റെ കളരി നമുക്ക് കാണാം കേട്ടോ, വാ. അപ്പോ അങ്ങനെ ബൈജുവിന്റെ കളരിയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ തൊട്ട് നമസ്കരിച്ചേക്കാം. കളരി വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ബൈജു ഇവിടെ കളരി പരിശീലനം നടത്തുന്നുണ്ട്. ഇവിടെ കൊച്ചു കുട്ടികളും മുതിർന്നവരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് കളരി പരിശീലനം നടത്തുന്നുണ്ട്. മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഈ കളരി ഫുള്ള് ഒന്ന് കാണാം നമുക്ക്. ഇതുണ്ട് ഒരു കുട്ടിയാനേനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഈ കുട്ടിയാന ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ കലാകാരനാണ് നിൽക്കുന്നത്. ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഗണപതി, അതുല്യ പ്രതിഭ എന്നൊക്കെ പറയാം. ആ ആയുധങ്ങളൊക്കെ ബൈജു സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ, കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉറുമി. ഞാനും ഒരു കളരി പരിശീലിച്ചാലൊന്ന് ആലോചിക്കുന്നുണ്ട്. നല്ലതല്ലേ ആയോധന കലകൾ ഏതെങ്കിലുമൊക്കെ പരിശീലിച്ചിരിക്കുകയാണെങ്കിൽ. ഇന്നത്തെ കാലത്തെ ലേഡീസ് കളരിയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ല കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് രാത്രികളിലൊക്കെ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മളൊക്കെ ആരെങ്കിലും ഒരാൾ നമ്മളോട് മെക്കിട്ട് കയറി വന്ന് നമ്മുടെ കയ്യിൽ പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സ്പർശിക്കുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായാൽ നമുക്ക് പ്രതികരിക്കാനായിട്ട് ഈ കളരിയൊക്കെ പഠിച്ച് നമുക്ക് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ആയോധന കലകളൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒരാള് നമ്മുടെ കയ്യെ കയറി പിടിച്ചാലേ നമ്മൾ എങ്ങനെയാ രക്ഷപ്പെട്ട് പോകുന്നത്? എന്നിട്ട് പഠിപ്പിക്കണോ? കയ്യെ കയറി പിടിക്കും. ഓ അങ്ങനെ കയ്യെ കയറി ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഓ സത്യം അടിപൊളി. ഓ ആളിരുന്നു പോവും, തന്നെ ഇരുന്നു പോവും. ഞാൻ ഇരുന്നു പോയി അവിടെ. ഇപ്പൊ രണ്ട് കൈക്ക് കയറി നമ്മളെ ഒരാളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് അഭിനയിക്കുന്നുള്ള ഞങ്ങൾ ചെയ്യാം. കളരി നമ്മള് പെട്ടെന്ന് ഈ കോർത്തൊക്കെ നമ്മൾ ഇങ്ങനെ കയറി കയറി പിടിക്കും. ഇങ്ങനെ കയറി പിടിക്കും. ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനം ഈ കയറിയിട്ടിട്ട് കണ്ടോ. നമ്മളെ ഷോൾഡർ കയറി ഒരാൾ പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇരിക്കരുത്. ഇരിക്കണ്ടേ? പിടിച്ചാലേ വരുള്ളൂ. എടുത്തു നോക്കട്ടെ. ഫ്രണ്ടിൽ കൂടി ഇരുന്നാണോ ബാക്കിൽ കൂടി ഇരുന്നാണോ? കുഴപ്പമില്ല. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ, ഇവന്റെ കൈ, അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ. ഓക്കെ അടിപൊളി. നമുക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയോധന കലയാണ് കളരി കേട്ടോ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ അർജുന കളരിയിലേക്ക് വന്നോളൂ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇതുപോലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോകാം. ഓക്കെ. അപ്പോഴേ ഇതിനകത്തെല്ലാം കുറെ തൈലങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് പറയാവോ? ഇത് മുരിങ്ങത്തൈലം. ഇത് ഞാന് കൊടുത്തവർക്കെല്ലാം ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള ഒരു തൈലമാണ്. നീർക്കെട്ട് വേദനയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്ന. മുരിങ്ങത്തൈലം എന്ന് പറയുമ്പോൾ മുരിങ്ങയുടെ ഇലയാണോ? മുരിങ്ങ ഫുള്ള് മരുന്നുകളുണ്ട്. മരുന്നുകൾ ചേർത്തുണ്ടാക്കിയേക്കുന്ന മരുന്നാണ് മുരിങ്ങത്തൈലം. അടുത്തത് അഗസ്ത്യ നാടിത്തൈലം. ഇത് വാദം സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ നമുക്ക് വെരിക്കോസ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഇത് ഈ മുല്ലതൈലം ചതുരമുല്ല. ഇത് നമുക്ക് നീർക്കെട്ട് അതുപോലെ ചതവ് ഉളുക്ക് ഇതിനെല്ലാം നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ മുറിവെണ്ണ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. പൊള്ളല് ഇതിനെല്ലാം കൊള്ളാവുന്നതാണ് മുറിവെണ്ണ. പിന്നെ നമ്മളിത് ശിരോതൈലം, മുടികൊഴിച്ചിലിനൊക്കെയുള്ള താരന്, ഉറക്കക്കുറവ്, തലവേദന, മുടികൊഴിച്ചിലിനൊക്കെയുള്ള നല്ലൊരു തൈലമാണിത്. ഉറപ്പായിട്ടും. ഓക്കെ. ഇതെല്ലാം ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എല്ലാം ഇത്രയും മരുന്നുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഈ 4-5 ഐറ്റംസ് അല്ലേ ഉള്ളത്? ഓക്കെ. അപ്പൊ ഇത്രയും മരുന്നുകളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഈ മരുന്ന് വെച്ചിട്ടാണ് ഈ ആളുകൾ ഇവിടെ വരുന്ന ആളുകൾ തിരുമൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ദൂര സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട്, വിദേശത്തു നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അത്രയും നല്ല ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉളുക്കോ ചതവോ അതുപോലെ തന്നെ നടുവേദന, ഒത്തിരി പേർ എല്ലാവർക്കും തന്നെ നടുവേദന പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഓക്കെ. ഇതുണ്ടോ, ഇതൊക്കെ സിമെന്റിൽ തീർത്തിരിക്കുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചില എന്താ പറയാ, അത്രയും നല്ല കഴിവുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുണ്ട് ഇല, ഇതുണ്ട് ഇലയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ചക്ക, പ്ലാവ്,
ഇതൊക്കെ എത്ര നാളത്തെ പരിശ്രമം കൊണ്ടാണെന്നറിയോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മൊത്തം ഒന്ന് കാണിച്ചോ. ഇതുണ്ടോ, ചെറിയ ചക്ക മുതൽ വലിയ ചക്കകള് ഇല. ഇത്രയും കാര്യങ്ങള് ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇവിടെ തീർത്തു വെച്ചിരിക്കുന്ന ബൈജുവിന് ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാണിച്ച് ഒരു കാക്ക ഇരിക്കുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈജു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വള്ളമാണിത്. എന്ത് രസമാണ് നോക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വള്ളത്തിനകത്തെല്ലാം ഇത് പച്ചമരുന്നുകളാട്ടോ നട്ടു വെച്ചിരിക്കുന്നേ. പച്ചമരുന്നുകൾ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറുന്നുള്ളതല്ലാതെ എനിക്ക് കൂടുതൽ കാണാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ വന്ന് ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കും, പരിചയപ്പെടും, എനിക്കും കാണാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോഴേ എനിക്കൊരു സംശയം, എവിടുന്നാണ് ഈ കളരി പഠിച്ചതും അതുപോലെ തന്നെ ഈ കളരി മർമ്മ ചികിത്സകളൊക്കെ പഠിച്ചത് എവിടുന്നാണ്? ആരാണ് ഗുരു? എന്റെ ഗുരു CS കുര്യാക്കോസ് എന്ന് പറഞ്ഞ ജോസാശാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് സ്കറിയ ഗുരുക്കള് എന്റെ വല്യാശാനാണ്. പിന്നെ ഞാൻ പാലാ CSK കളരിയിലാണ് കളരി പോയിട്ട് പഠിച്ച അരങ്ങേറ്റൊക്കെ വെച്ചത്. ഇപ്പൊ ഞാൻ അതിരമ്പുഴ ജയ്ഹിന്ദ് കളരിയില് ഐ നാസർ ഗുരുക്കളുടെ കീഴില് കളരി ചികിത്സയൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധമായ നല്ലൊരു മർമ്മ ചികിത്സാ വിദഗ്ധനും അതുപോലെ നല്ല അറിവുള്ള ഒരു വ്യക്തി കൂടെയാണ് ഈ നാസർ ഗുരുക്കൾ. അതിരമ്പുഴ ജയ്ഹിന്ദ് കളരി എന്നാണ് അദ്ദേഹത്തിന്റെ കളരിയുടെ പേര്. അപ്പൊ ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മള് പഠിക്കും തോറുമേ അതെ നമ്മള് എത്ര മുകളിലേക്ക് പോലും താഴെ വന്നല്ലേ സമ്മാനം. അതുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും എന്തോരം പഠിച്ചാലും അറിവ് എന്തോരം പഠിച്ചാലും തീരുന്നില്ല. അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. സിനിമ, അതുപോലെ തന്നെ പാട്ട്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, തിരുമ്മ ചികിത്സ, കളരിപ്പയറ്റ് എന്ന് വേണ്ട പിള്ളേരെ പ്രാക്ടീസ് ചെയ്യാൻ അതിനൊക്കെ സമയം വേണമല്ലോ. ഇതിനൊക്കെ എങ്ങനെ എവിടെ നിന്ന് സമയം കിട്ടുമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത്? എല്ലാം അങ്ങ് നടന്നു പോകും. എല്ലാം തമ്പുരാൻ അങ്ങ് നടത്തി വിടുന്നു. അപ്പൊ എന്താണ് ഇത്രയും നല്ല കഴിവ് ദൈവം തമ്പുരാൻ തന്നതില് അല്ലേ? നമ്മള് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇത്രയും സമയം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് വേണ്ടി ഈ ഇന്റർവ്യൂവിന് സമയം തന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു കേട്ടോ. ആണല്ലോ. അതെ, അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഇതുപോലെ കാലം കൊടുക്കുമ്പോ വീണ്ടും വരാം കേട്ടോ. വിളിക്കാതിരിക്കും. എന്നാലും വിളിക്കുമ്പോ ഞാൻ പെട്ടെന്ന് വരുമാനം ഓർമ്മ വരും. ഒറ്റ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അത് വരുമാനം ശരിയാക്കുകയും ചെയ്തു. അപ്പൊ ഒത്തിരി താങ്ക്സ്. ഓക്കെ, ശരി.